നമസ്കാരം. തള്ളി ഇതാരിക്കണത്? ആ താത്തയാ? താത്ത നിങ്ങൾ മൊഞ്ചത്തി ആയിട്ടുണ്ടല്ലേ? അതാരാ അപ്പുറത്തിരിക്കണ ആ കൊമരി? നമ്മുടെ ഒരു എടുത്തു വളർത്തിയ ഒരു കൊച്ചാണത്. അണ്ണാ നിങ്ങൾ സൂപ്പർ തന്നെ കേട്ടാ. നിങ്ങൾ ഞാൻ കുറെ ടിവിയിലൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ എല്ലാരെയും. രചന ചേച്ചി നിങ്ങൾ സുന്ദരിയായിരിക്കണ്. ആ സാരിയൊക്കെ സൂപ്പർ തന്നെ കേട്ടാ. ഞാൻ വന്നത് കുറച്ച് നാള് മുമ്പ് എൻ്റെ തന്തയും തള്ളയും കൂടെ അവരൊക്കെ കന്നിക്കുണ്ടായ പിള്ളയ്ക്ക് എന്തൊരു പേരിടണമെന്ന് ആലോചിച്ച് തിണ്ണയിൽ അന്തം വിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ അമ്മാവൻ ധാരാവിൽ ഗുണ്ടയാവാൻ പോയിട്ട് ഗുണ്ടയാവാതെ എനിക്കൊരു പേരുമായിട്ട് തിരിച്ചു വരണത്. പുള്ളിക്കാരൻ അവിടെ ചെന്ന് ഗുണ്ടകളെയൊക്കെ കണ്ട് പേടിച്ച് കടത്തിണ്ണയാണെന്ന് പറഞ്ഞ് കയറി കിടന്നത് എവിടെയാണെന്ന് അറിയാമോ? ഒരു യൂണിവേഴ്സിറ്റിയുടെ തിണ്ണയിൽ. ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് നിറ്റി. എന്ന് വെച്ചാൽ സാക്ഷാൽ ഞാൻ. പ്രൊഡക്ഷൻ കൺട്രോളർ ആൻഡ് പ്രൊഡ്യൂസർ യഥാവിധി പ്രസന്നരാജ് ആൻഡ് റീത്ത കുമാരി. നെയിം സ്പോൺസേഡ് ബൈ എൻ്റെ പേടിത്തൂറി അമ്മാവൻ ആൻഡ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ബൈ റെൻസി രമേശ്. അപ്പൊ തള്ളി ഇതാരിക്കണത്? തള്ളി രമണിയാ? എടി പുളു ചാണ്ടി, നിങ്ങൾ തൊഴിലുറപ്പിലൊന്നും പോയില്ലേ? നിങ്ങൾ എന്തിനുള്ളവരെ ഇവിടെ വന്നിരിക്കണത്? എനിക്കറിയാം ഈ പെൺപുലികളെയൊക്കെ പൊളപ്പം തമാശകളൊക്കെ കണ്ട് നിങ്ങൾ ചിരിച്ചു മറച്ചിരിക്കുകയാണെന്ന്. എനിക്ക് ഇത്രയും പൊളപ്പൊന്നും ഇല്ല കേട്ടാ. എൻ്റെ ആകെ ഉള്ളത് എലിവാല് പോലെ ഒരു സാധനമാണ്. ഞാൻ അതങ്ങോട്ട് പറഞ്ഞുതരാം. ഞാന് ഒരു ഹോസ്റ്റലിലെ അന്തേവാസിയായിരുന്നു. നിങ്ങളൊക്കെ പണ്ട് ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടാ? അപ്പോൾ അവിടെ എനിക്ക് 2 കൂട്ടുകാരികളുണ്ടായിരുന്നു, 2 കൊമരികൾ. ഒരാൾ ഷീല കണ്ണൂരിന്ന്, ഒരാൾ ചാന്ത. അവൾ എവിടെ നിന്നറിയാമോ? മലപ്പുറത്തുനിന്ന്. അപ്പൊ എവളുമാരും മിക്ക ദിവസവും കോളേജിൽ പോയിട്ട് വന്നിട്ട് എൻ്റെ കൂടെ പറയും, എടി നമുക്ക് കള്ളുകളും മറ്റുമൊക്കെ കുടിക്കാന്ന്. അപ്പൊ ഞാൻ പറയും, തള്ളേ എനിക്ക് കള്ളുകളും മറ്റൊന്നും വേണ്ട, നിങ്ങൾ കുടിച്ചറുമാതിക്ക് ഞാൻ വീഡിയോകളും മറ്റുമൊക്കെ എടുക്കാന്ന്. അങ്ങനെ എവളുമാരും എന്തേലും 2 പേരും കൂടെ മതിൽ ചാടി കള്ള് വാങ്ങിക്കാൻ പോയി. കള്ള് വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അതിലൊരുത്തി എന്നെ വിളിക്കണേ, എടി നിന്റെ നമ്പർ ഇതാ ഇവിടെ മതില്ലേ, അതാ തെണ്ടി എഴുതി വെച്ചേക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, എടി ആ തെണ്ടി വേറെ ആരുമല്ല, ഞാനാണ്. ഞാൻ സ്റ്റിൽ ഒരു സിംഗിൾ ആയതുകൊണ്ട് ആരെങ്കിലും കണ്ട് എനിക്കൊരു ജീവിതം തന്നാലോ എന്ന് വിചാരിച്ച് എഴുതി വെച്ചതാണല്ലോ. അങ്ങനെ ഇവളുമാര് കൊണ്ടുവന്നു ചപ്പാത്തി, ഇറച്ചിക്കറി, കള്ള് ഇതെല്ലാം തുറന്നു വെച്ചു. 2 പെഗ് അടിച്ചപ്പോൾ തന്നെ ഇവളുമാര് ഫ്ലാറ്റായി. എന്നിട്ടും വിട്ടില്ല. ആ 2 ബോട്ടിലും ഇവളുമാര് കുടിച്ചു തീർത്തു. കുടിച്ചു തീർന്നപ്പോൾ ഈ മലപ്പുറത്തുള്ളവള് എൻ്റെ അടുത്ത് പറയും, ഇടി തുള്ളെന്ന്. അപ്പം ഞാൻ വിചാരിച്ച് തുള്ളാനാണെന്ന്. അപ്പം ഞാനും മോളിയും കൂടെ തുള്ളി അസാധ്യമായി. തുള്ളിയത് ഈ മേച്ചപ്പുറത്തിരുന്ന കുപ്പിയും പാത്രങ്ങളും എല്ലാം കൂടെ അങ്ങ് തറയിൽ വീണു. അപ്പോഴാണ് മറ്റോള് പറയണേ, എടി ദോ ലാഫിംഗ് ബുത്ത വീണ് കിടക്കണമെന്ന്. അപ്പം ഞാൻ റെഡി, അത് ലാഫിംഗ് ബുത്ത അല്ല, നീയൊക്കെ ഇപ്പം കുടിച്ചു തീർത്ത ഓൾഡ് മങ്ക് കുപ്പിയാണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ വിശപ്പ് അതിക്രമിച്ചത് കൊണ്ട് ഞങ്ങളിത് തുറന്നു വെച്ചു. അപ്പം തുറന്നു വെച്ചപ്പോൾ ഞാനാണെങ്കിൽ ചപ്പാത്തി ഇറച്ചിക്കഴിയും കഴിക്കണത് എല്ലാം കടിച്ചു തുപ്പി എൻ്റെ പാത്രത്തിൻ്റെ സൈഡിൽ വെച്ച്. അപ്പം ഇത് കണ്ടിട്ട് മറ്റോള് പറയണേ, എടി എനിക്ക് മാത്രം ഈ കൂട്ടായി ഇവള് തന്നില്ല, എടി അത്രയും അവളെടുത്തെന്ന് പറഞ്ഞ് കൈയിട്ടെടുത്ത് ഇത് മൊത്തം ഒറ്റ അടിക്ക് വാക്കിയാത്ത സാധനം ഞാൻ തുപ്പി വെച്ചതാണേ. അപ്പോഴാണ് ഷീല പറയണേ, എടി ഈ കൂട്ടാ മൊത്തം പുഴു അടി. ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് നിറച്ച് വെള്ള പുഴു ഇങ്ങനെ കിടക്കണ്. തള്ളേ ഞാൻ ഛർദ്ദിക്കാൻ വന്ന്, എന്നാലും എവളുമാരെ അപ്പോഴേ അത് വേസ്റ്റിലിട്ട്. പക്ഷെ ഞാൻ എന്തേലും അത് പോസ്റ്റ് അത് ചെയ്ത് നോക്കി. അതെന്തരെന്നറിയാമോ? മറ്റേ മൂത്ത തക്കാളി ഉണ്ടല്ലേ, തക്കാളീൻ്റെ കുരുവിൽ ഒരുമാതിരി വെള്ള പൊടിപ്പ് വരും. അത് കണ്ടിട്ടാണ് എവളുമാരെ അങ്ങനെ പറഞ്ഞത്. കാരണം ബോധമില്ലല്ലേ. അങ്ങനെ അന്നത്തെ രാത്രി പട്ടിണിയായി. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവളെൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് പാത്താണ്ടോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ഇവൾ എന്താണ് ഈ പറയണേന്ന്. എടി ഞാൻ പാത്താണ്ടി. ഞാൻ നോക്കുമ്പോൾ അവിടെ മൊത്തവും മൂത്രം ഒഴിച്ച്. പിന്നെ ഞാൻ അതും കൂടെ തുടക്കേണ്ടി വന്നു. ഇത് തുടച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇവള് പറയണേ, എടി നമുക്ക് ആരെങ്കിലും ഒരു വീഡിയോ കോൾ ചെയ്താലോ? അപ്പം ഞാൻ പറഞ്ഞു, വിളിച്ചോ. അപ്പം ഇവള് പറഞ്ഞു, എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ കുഞ്ഞമ്മേരെ മോളുണ്ടെടി, ഞാൻ അവളെ വിളിക്കാന്ന് പറഞ്ഞ് അവള് വീഡിയോ കോൾ എടുത്ത്, ഹായ് ചെല്ലക്കിളി. സംഭവം വിളിക്കണ 2 വയസ്സുള്ള കൊച്ചിനെയാണ്. ചെല്ലക്കിളി എന്ന് പറഞ്ഞ് അവൾ എന്തരിയത് ഡോറും തുറന്ന് കോറിഡോർ വഴി പോയി. അവിടെ ചെന്നപ്പോഴേ ഈ കോറിഡോറിൻ്റെ അടിയിൽ സ്റ്റെയർ ഉണ്ടേ, അവിടെ ഒരു കൊമരി ഇരുന്ന് കാമുകനെ വാർഡം കാണാതെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എവള് ഈ മുടിയും പിരുത്തൊക്കെ കിട്ട് ചെല്ലക്കിളി എന്ന് വിളിക്കുമ്പോൾ എവള് വിചാരിച്ചെന്തരെന്നറിയാമോ? മറ്റേ സുമതി വളവിലെ സുമതി ഉണ്ടല്ലേ, രാത്രി വന്നതാണെന്ന് പറഞ്ഞ് എവള് ജീവനും കളഞ്ഞ് അവൾ ഐഫോണും കളഞ്ഞ്
അവളെ മറ്റേ പുള്ളിയും കളഞ്ഞിട്ട് ഒരൊറ്റ ഓട്ടം. ഈ ഓട്ടം കഴിഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട് വിചാരിച്ചെന്താണ്, ഇവളുമാരും ഞാൻ പറയാതെ തൊട്ട് കളിക്കണമെന്ന് പറഞ്ഞ് ഇവള് ആ ഓടിയോളെ പുറകെ ഓടിയോണ്ട് മറ്റോള് ചെടി നിങ്ങൾ മാത്രം പോവാതെ ഞാനും വരാമെന്ന് പറഞ്ഞ് ഞാനും പിറകെ ഓടി. ആദ്യത്തെ നിലയിൽ ചെന്ന് നോക്കി, അവിടെ കണ്ടില്ല. രണ്ടാമത്തെ നിലയിൽ നോക്കി, അവിടെയും കണ്ടില്ല. താഴത്തെ ഫ്ലോറിൽ വന്നപ്പോഴാണ് ആ ഷീല ഇങ്ങനെ നിൽക്കുന്നു സ്റ്റാച്ചു ആയിട്ട്. ഞാൻ ചോദിച്ചു, പാതിരാത്രി ആരടി നിന്നെ ഈ സ്റ്റാച്ചു ആക്കിയത്? അപ്പോൾ അവളോട് റിലീസ് പറ. ഞാൻ റിലീസ് പറഞ്ഞു. ഈ ഒരു റിലീസ് 2-3 പ്രാവശ്യം അങ്ങോട്ട് ആവർത്തിച്ച്. ഞാൻ അങ്ങോട്ട് പറയുന്നു, അവൾ എനിക്ക് സ്റ്റാച്ചു പറയും. ഞാൻ റിലീസ് പറയുന്നു, സ്റ്റാച്ചു പറയുന്നു. 3-4 പ്രാവശ്യം ആയപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ഇതെന്തിനാണ് ഇങ്ങനെ പറയണതെന്ന് വെച്ച് ഞാൻ എവളെയും കൂടെ വലിച്ച് റൂമിൽ കൊണ്ടാക്കിയപ്പം മറ്റവള്, എടി നമ്മൾ ഈ കള്ളു പിടിച്ച കാര്യം എൻ്റെ മറ്റേ പുള്ളിക്കാരൻ്റെ അടുത്ത് പറയണ്ടേ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞോ. ഉടനെ എന്ത് ചെയ്തു, ഫോൺ എടുത്തു. എടാ ചെല്ലക്കിളി, നമ്മളിവിടെ കള്ളുകളൊക്കെ കുടിച്ചിരിക്കണടാ. പക്ഷേ അവിടെ തലയ്ക്ക് ഫോൺ എടുത്തത് അവൻ്റെ അച്ഛനായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ്റെ അമ്മയെടുത്ത് പറയും, എടി എന്താ ഏതാ ചെല്ലക്കിളി വിളിക്കണടിയെന്ന്. അപ്പം ഈ അമ്മ പറയണത് നമുക്ക് കേൾക്കാം. മൂപ്പിലെ നിങ്ങൾ പണ്ട് എന്നെ തള്ളക്കിളിന്ന് വിളിച്ചതാണ് ദാ ഈ ഇരിക്കണ എണ്ണം കെട്ട ചെറുക്കൻ. മിണ്ടരുതെന്ന്. അതോടുകൂടി ഫോൺ തട്ടിയത്. പിറ്റേന്ന് രാവിലെ വയറും ഒക്കെ വിശന്ന് മോണയും കീറി ഇരിക്കുമ്പോഴാണ് ഷീല ബാഗും ഒക്കെ ആയിട്ട് വരുന്നത്. ഞാൻ ചോദിച്ചു, നീ എവിടെ പോണെടി? എടി ഇന്നലെ അവൻ്റെ അച്ഛനെ എന്നെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു, മക്കൾ ഇങ്ങി വന്നേരെ, എനിക്ക് രാത്രി കുടിക്കാൻ കൂട്ടില്ല, നീ എനിക്കൊരു ബെസ്റ്റ് കമ്പനിയാണെന്ന്. അങ്ങനെ അവളുടെ കാര്യവും സെറ്റായി. ഇതെല്ലാം പോട്ട്, നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ് കേട്ടില്ലേ, താഴെ അവൾ ഇങ്ങനെ നിന്ന കാര്യം. അവളിങ്ങനെ നിർത്തിയിരുന്നത് ഷീലയാണ്. അവളെ ഇങ്ങനെ സ്റ്റാച്ചു ആക്കി നിർത്തിയിട്ട് ഹോസ്റ്റലിൽ പേപ്പർ കൊണ്ടുവരുന്ന ചെറുക്കൻ്റെ കൂടെ അവൾ സൈക്കിളിൽ രാഖി രാമാനം രാത്രി ഓടിപ്പോയി. അപ്പം 2 കുമരികളും സെറ്റായി. ഇനി ആകെയുള്ള ഈ ഒരു രൂപം മാത്രമാണ്. ഇന്ന് നിങ്ങൾ എല്ലാവരും തീരുമാനിക്കണം, ഞാൻ സെറ്റാവണോ അതേ ഞാൻ ഇങ്ങനെ തന്നെ തുടരണോന്ന്. Once upon a time.